ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ പരുഷമായി സംസാരിക്കുന്നത് നമ്മളോട് തന്നെയായിരിക്കും. അത് സത്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ മുറിവേൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ല. മറിച്ച് നമ്മൾ ജീവിതത്തിൽ എവിടെയോ വെച്ച് നമ്മുടെ മനസമാധാനത്തെ, ആത്മവിശ്വാസത്തെ, സ്വയം മൂല്യത്തെ ക്ഷതമേൽക്കുന്ന രീതിയിൽ സംസാരിച്ച് പഠിച്ചുപോയതാണ്. ഇന്നത്തെ വീഡിയോയിൽ എവിടെ നിന്നാണ് ഈ കൊച്ചു സ്വരം വരുന്നതെന്നും അതെങ്ങനെ നമ്മൾ നമ്മളെ കാണുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുവെന്നും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഒരു സിമ്പിളായ പ്രാക്ടീസിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ആന്തരിക സ്വരം നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ, താഴ്ത്തിക്കെട്ടുകയാണെങ്കിൽ ആത്മവിശ്വാസവും വൈകാരിക സുരക്ഷിതത്വവും സ്വയം മൂല്യവും അനുഭവപ്പെടുന്നത് വളരെ പ്രയാസകരമായിരിക്കും. പല ആളുകളും കരുതുന്നത് സക്സസ് ഉണ്ടാകുമ്പോൾ, പല നേട്ടങ്ങളും കൈവരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതെന്നാണ്. എന്നാൽ ആത്മവിശ്വാസം വാർത്തെടുക്കപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങളെ ആശ്രയിച്ചാണ്. നമ്മൾ പലവട്ടം ആവർത്തിക്കുന്നതായിരിക്കാം, കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എനിക്ക് എപ്പോഴും തെറ്റുകൾ പറ്റും, മറ്റുള്ളവർക്കെല്ലാം ഇത് സാധിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് മാത്രം കഴിയുന്നില്ല എന്നെല്ലാം. ഈ ചിന്തകൾ കുറേ നാളുകളായി ആവർത്തിക്കുന്നത് കൊണ്ട് ഇത് വളരെ സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ കുറേ നാളുകളായി മറ്റൊരു വ്യക്തിയാണ് ഇവയെല്ലാം നിങ്ങളോട് പറയുന്നതെങ്കിൽ നമ്മൾ ഡ്രെയിൻഡ് ഔട്ടായി പോകും. കാലക്രമേണ നമ്മുടെ ആത്മവിശ്വാസം കുറയുന്നതായി നമുക്ക് അനുഭവപ്പെടും. സ്വയം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം സാവധാനമാണ് ശീലമാകുന്നത്. അത് ശീലമായി മാറിയാൽ അത് നമുക്ക് സത്യമായി അനുഭവപ്പെടുവാൻ ആരംഭിക്കും. എവിടെ നിന്നാണ് ഈ ആന്തരിക സ്വരം വരുന്നത്? പലപ്പോഴും ഈ ആന്തരിക സ്വരം വളർന്നു വരുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ്. പല കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വന്നേക്കാം. തെറ്റുകൾ പരാജയങ്ങളായി കണക്കാക്കപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ടാകാം. അങ്ങനെ സാവധാനം സ്വയം പരുഷമായി സംസാരിക്കുന്നത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചേക്കാം എന്ന് നിങ്ങൾ പഠിച്ചതാകാം. അങ്ങനെ പതുക്കെ ബാഹ്യസ്വരങ്ങൾ നിങ്ങളുടെ ആന്തരിക സ്വരമായി മാറിയതായിരിക്കാം. സ്വയം വിമർശിക്കുന്നത് പ്രഷർ ഉണ്ടാകുവാൻ, അങ്ങനെ പ്രവർത്തിക്കുവാൻ കാരണമായാലും നിലനിൽക്കുന്ന സെൽഫ് വർത്ത്, സ്വയം മൂല്യം വളരുവാൻ അത് സഹായകരമല്ല. പകരം അത് കൂടുതൽ നാണക്കേട് അനുഭവപ്പെടുവാനും ഉത്കണ്ഠയ്ക്കും സ്വയം സംശയത്തിനും കാരണമാകും. സ്വയം വിമർശിച്ചില്ലെങ്കിൽ മടിയന്മാരാകുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. എന്നാൽ സ്വയം സഹാനുഭൂതിയും കരുണയും ആളുകളെ ദുർബലരാക്കുന്നില്ല, അത് വളർച്ചയെ കൂടുതൽ സുരക്ഷിതമാക്കും. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്ത് നിങ്ങളുടെ അരികിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതുക, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ പരാജയപ്പെട്ടു എന്നെല്ലാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അയാളെ കുറ്റപ്പെടുത്തുമോ? നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ ഒരിക്കലും മെച്ചപ്പെടില്ല എന്നായിരിക്കുമോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമല്ല. മിക്കവാറും നിങ്ങൾ പ്രതികരിക്കുന്നത് സുഹൃത്തിനെ മനസ്സിലാക്കിയും പ്രോത്സാഹിപ്പിച്ചുമായിരിക്കും. എന്നാൽ നമ്മളോട് തന്നെ ഈ ഒരു രീതിയിൽ പ്രതികരിക്കുവാൻ നമ്മൾ പലപ്പോഴും മറന്നും പോകുന്നു. നമ്മുടെ ലക്ഷ്യം തെറ്റുകളെ അവഗണിക്കാനല്ല, മറിച്ച് അവയോട് ആരോഗ്യപരമായ രീതിയിൽ പ്രതികരിക്കുന്നതാണ്. കാരണം വളർച്ച സംഭവിക്കുന്നത് നമുക്ക് സ്വയം സുരക്ഷിതമായി അനുഭവപ്പെടുമ്പോഴാണ്. ഈ വൈകാരിക സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതോ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ നിന്നും. ഇനി നമുക്കൊരുമിച്ച് ഒരു പ്രാക്ടീസ് ചെയ്യാം. അടുത്തിടെ നിങ്ങൾ നിങ്ങളോട് തന്നെ പരുഷമായി സംസാരിച്ച ഒരു സാഹചര്യം മനസ്സിൽ കൊണ്ടുവരാം. നിങ്ങളുടെ ആന്തരിക സ്വരം എന്താണ് ആ സാഹചര്യത്തിൽ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ എന്തായിരുന്നു? ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കുമോ ആ വ്യക്തിയോട് പ്രതികരിക്കുക? അതോ കൂടുതൽ സഹാനുഭൂതിയോടെ ആയിരിക്കുമോ? സാവധാനത്തിലൊരു ശ്വാസമെടുക്കാം. സൗമ്യമായി സ്വയം പറയാം, ഞാനൊരു മനുഷ്യനാണ്, തെറ്റുകൾ ചെയ്യാൻ എനിക്ക് അനുവാദമുണ്ട്, എന്നെ തന്നെ കുറ്റപ്പെടുത്താതെ പഠിക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങൾക്കെങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോഴൊക്കെ ഹീലിംഗ് ആരംഭിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ സൗമ്യമായി സംസാരിക്കുമ്പോഴാണ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ്
ഈ ഒരു ആഴ്ച പ്രാക്ടീസ് ചെയ്യാവുന്ന സിമ്പിളായൊരു പ്രാക്ടീസ് പറയാം. അതിലെ സ്റ്റെപ്പ് 1, നോട്ടീസ് യുവർ സെൽഫ് ക്രിട്ടിക്കൽ തോട്ട്സ്. നിങ്ങളുടെ സ്വയം വിമർശക ചിന്തകളെ നിരീക്ഷിക്കുക. നിങ്ങൾ ഏതെല്ലാം നിമിഷങ്ങളിലാണ് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുകയും സ്വയം താഴ്ത്തുകയും ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. സ്റ്റെപ്പ് 2, ആസ്ക് യുവർ സെൽഫ് ദിസ് ക്വസ്റ്റ്യൻ. സ്വയം വിമർശിക്കുന്നതായി കണ്ടെത്തുമ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാം. ഈ ഒരു രീതിയിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുമോ? സ്റ്റെപ്പ് 3, റീറൈറ്റ് എ സെൽഫ് ക്രിട്ടിക്കൽ തോട്ട് എവറി ഡേ. ഒരു സ്വയം വിമർശക ചിന്തയെ ദിവസവും തിരുത്തി എഴുതുക. ദിവസവും വൈകുന്നേരം ഒരു സ്വയം കുറ്റപ്പെടുത്തുന്ന ചിന്തയെ തിരഞ്ഞെടുത്ത് അതിനെ തിരുത്തി കൂടുതൽ സ്വീകാര്യമായ രീതിയിൽ എഴുതാം. ഉദാഹരണമായി, ഞാൻ എപ്പോഴും തെറ്റുകൾ വരുത്തും എന്നതിന് പകരം ഞാൻ പഠിക്കുകയാണ്, തെറ്റുകൾ പറ്റുന്നത് ഓക്കെയാണ് എന്നെഴുതാം. ഈ 3 കാര്യങ്ങൾ താഴെ കമൻസിലും പിൻ ചെയ്യുന്നതാണ്. സ്വയവുമായുള്ള ബന്ധം വളരുന്നത് നിങ്ങൾ നിങ്ങളുമായി തന്നെ ദിവസവും നടത്തുന്ന സംഭാഷണത്തെ ആശ്രയിച്ചാണ്. അത് വർഷങ്ങളോളം പരുഷമായിരുന്നുവെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും സ്വയം മൂല്യത്തെയും സാരമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സന്തോഷകരമായ കാര്യം ഇതാണ്: മാറ്റങ്ങൾ സാധ്യമാണ്. 1 thought, 1 conversation, 1 moment of self-compassion at a time. അത് ഓരോ നിമിഷങ്ങളിലുമായി പടുത്തുയർത്തപ്പെടുന്നതാണ്. അടുത്ത ആഴ്ച നമ്മൾ നമ്മുടെ വികാരങ്ങളെ മറച്ചു വെക്കുന്നത് എങ്ങനെ നമ്മുടെ സ്വയം മൂല്യത്തെ ബാധിക്കുമെന്ന് നമ്മൾ കാണാൻ പോകുന്നു. ഇത് 30 ദിവസത്തെ സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ് സീരീസിൻ്റെ ഡേ 3.